സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിസിറ്റി സർക്യൂട്ട് ആൻഡ് ദെയർ കമ്പോണൻസ് എന്ന ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 പാർട്ടും കാണാനായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ക്യൂരിയോസിറ്റി എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാലും മതി കേട്ടോ. അപ്പൊ എല്ലാവരുടെയും കമന്റ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി സർക്യൂട്ട് ആൻഡ് ദെയർ കമ്പോണൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ കമ്പോണൻസ് ടോർച്ച് ലൈറ്റ് പഠിച്ചു, ഇലക്ട്രിക് സെൽ എന്താണെന്ന് പഠിച്ചു, ബാറ്ററി എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് ലാമ്പാണ്. 2 ലാമ്പാണ് നമ്മൾ പഠിച്ചത് അല്ലെ. LED പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഇന്ന് പഠിക്കുന്നത് മേക്കിംഗ് ആൻ ഇലക്ട്രിക് ലാമ്പ് ഗ്ലോ യൂസിങ് ആൻ ഇലക്ട്രിക് സെൽ ഓർ ബാറ്ററി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് സെല്ലുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി ഉണ്ട് അല്ലെ, നമ്മുടെ കയ്യിൽ ലാമ്പും ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഈ ലാമ്പിനെ ഗ്ലോ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഈ ആക്ടിവിറ്റി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം ഈ ആക്ടിവിറ്റി കേൾക്കാൻ. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ വേണം? ഒരു ഇലക്ട്രിക് സെല്ല് വേണം, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് വേണം. നമ്മൾ ടോർച്ചിനകത്ത് നമ്മൾ എടുക്കൂന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ടോർച്ചിനകത്ത് നിന്ന് എടുക്കുന്ന ചെറിയൊരു ഇൻകാൻഡസെന്റ് ലാമ്പ് വേണം, ഒരു സെൽ ഹോൾഡർ വേണം, ആ ലാമ്പിന് വെക്കാനുള്ള ഒരു ഹോൾഡർ വേണം, അതുപോലെ തന്നെ ഇലക്ട്രിക് വയർ ഒരു 4 ലെങ്ത്സ് ഓഫ് ഇലക്ട്രിക് വയേഴ്സ് വേണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഐറ്റംസ് ഒക്കെ വേണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? റിമൂവ് അബൌട്ട് 1 centimeter ഓഫ് പ്ലാസ്റ്റിക് കവറിംഗ് ഫ്രം ബോത്ത് എൻഡ് ഓഫ് ഈച്ച് വയേഴ്സ് ടു എക്സ്പോസ് ദ മെറ്റൽ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു സെന്റിമീറ്ററിൽ അവിടുത്തെ പ്ലാസ്റ്റിക് മാറ്റുമ്പോഴാണ് നമുക്ക് അതിന്റെ അകത്തുള്ള മെറ്റൽ വയേഴ്സ് കാണാൻ പറ്റുന്നത്. അങ്ങനെ എടുത്തു വെക്കണം. ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്? അറ്റാച്ച് 2 വയേഴ്സ് ടു ദ എൻഡ് ഓഫ് ദ സെൽ ഹോൾഡർ ആസ് ഷോൺ. നമുക്ക് ഇതാണ് സെൽ ഹോൾഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കയ്യിലില്ലെങ്കിൽ പകരം സെലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുക, സെൽ ഹോൾഡർ നോക്കുക, നമ്മുടെയൊക്കെ റിമോട്ടിന്റെ ബാറ്ററി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഒരു ഭാഗത്ത് സ്പ്രിങ് ഉണ്ട്, ഒരു ഭാഗത്ത് സ്പ്രിങ് ഇല്ലാത്ത ഭാഗമാണ്. അപ്പൊ ഈ സ്പ്രിങ് ഉള്ള ഭാഗത്ത് എന്ത് വെക്കണം? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ 2 വയേഴ്സ് ഇതുപോലെ ഇവർ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി. അടുത്തത് എന്താണ്? ഇൻസേർട്ട് ദ സെൽ ഹോൾഡർ സച്ച് ദാറ്റ് ഇറ്റ്സ് നെഗറ്റീവ് ടെർമിനൽ ഈസ് towards the spring side of the holder. In case of cell holder is not available, fix the 2 wires to the cell using electric tape. ഇലക്ട്രിക്കൽ ടേപ്പ് ഉപയോഗിച്ച്, അതൊരു ബ്ലാക്ക് കളറിലൊക്കെ ടേപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ടേപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വെച്ചാലും മതി, ഇൻ കേസ് ഇതില്ലെങ്കിൽ. ഓക്കെ, ഇതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത്? ഈ സ്പ്രിങ് ഉള്ള സൈഡിൽ എന്ത് വെക്കണം? നമ്മുടെ ഈ സെല്ലിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗം വെക്കണം. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, സെല്ലിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗമുണ്ട്, നമ്മൾ പഠിച്ചു. ഇനി അല്ലാത്ത ഭാഗത്ത് എന്താണ്? പോസിറ്റീവ് സൈഡ് വരണം. ഈ പിക്ചറിൽ എങ്ങനെയാണോ അതുപോലെ വരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോമിലാണ് ലാസ്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതിനെ എങ്ങോട്ട് അറ്റാച്ച് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ഇൻകാൻഡസെന്റ് ലാമ്പിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനാദ്യം ലാമ്പ് എന്ത് ചെയ്യുക? ലാമ്പ് ഒരു ഹോൾഡറിൽ വെക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഹോൾഡർ കിട്ടിയില്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് അതിന് നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ ടേപ്പ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്താലും മതി എന്ന് പറയുന്നുണ്ട്. ഇനി ആ വയേഴ്സിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യണം? ഈ ബൾബിന്റെ ഹോൾഡറിൽ ഇതുപോലെ കണക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ സെറ്റപ്പായി, നമ്മുടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ വർക്കിംഗ് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് പറയണോ? അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ സെല്ലിന്റെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ സെല്ലിന്റെ 2 ഭാഗത്തു നിന്നും വയേഴ്സ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യണം? നമ്മുടെ ഈ ബൾബിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലൊക്കെ കറക്റ്റ് ആയിട്ട് വേണം സെൽ ഹോൾഡറിൽ ഇടാൻ എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്, പ്രഡിക്ഷനും ഒബ്സർവേഷനും. ആദ്യം നമ്മൾ അറേഞ്ച്മെന്റ് കണ്ടിട്ട് നിങ്ങൾ തന്നെ പ്രഡിക്റ്റ് ചെയ്യണം ലാമ്പ് ഗ്ലോ ചെയ്യുവോ ഇല്ലയോ എന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു പിക്ചർ നോക്കി ചെയ്താൽ മതി. ഇവിടെ ഒരു വലിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇത് കറക്റ്റ് ആയിട്ടാണോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ പറയുന്നു ലാമ്പ് വിൽ ഗ്ലോ, ലാമ്പ് ഗ്ലോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ എന്തായിരിക്കും ഒബ്സർവേഷൻ? അതെ, എന്താണ്? ലാമ്പ് ഗ്ലോസ്. ലാമ്പ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും അല്ലേ? ലാമ്പ്
ഗ്ലോസ്. അടുത്തത് ഈ ഭാഗം നോക്കിക്കേ, ഇവിടെ കറക്റ്റ് ആയിട്ട് കണക്ഷൻ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് കിടക്കാണ്. ഇവിടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ലാമ്പ് ഗ്ലോ ചെയ്യുമോ? ഇല്ല, ലാമ്പ് വിൽ നോട്ട് ഗ്ലോ. അപ്പൊ ഒബ്സർവേഷൻ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? ലാമ്പ് ഡസ് നോട്ട് ഗ്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ കണക്ഷൻ വിട്ട് കിടക്കാണ് അല്ലെ. ഈ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? അവിടെയും എന്താണ്? ലാമ്പ് ഡസ് നോട്ട് ഗ്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഗ്ലോ ചെയ്യുവോ? ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, 2 വയേഴ്സും പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ലാമ്പ് എന്ത് ചെയ്യുന്നില്ല? കണക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് ടെർമിനൽസ് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് അവിടെ വെറുതെ കിടക്കാണ്. അതിന് എന്തായിരിക്കും ആൻസർ? അത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. 5ാമത്തെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി 6ാമത്തത് നോക്കുക. പോസിറ്റീവ് ടെർമിനൽ കണക്ഷൻ പോയിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് ടെർമിനലും കറക്റ്റ് ആയിട്ട് കണക്ഷൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്? ലാമ്പ് ഗ്ലോ ചെയ്യും അല്ലേ. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ടിവിറ്റി വെച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാകാനായിട്ടാണ് കേട്ടോ. ഇതൊരു ഇച്ചിരി ടഫ് പോലെ തോന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലായത്? കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ എന്തുള്ളൂ, ആ ലാമ്പ് ഗ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇല്ലേ, അതിനെ എന്താണ് വിളിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ, അതായത് ആ ലാമ്പ് ഗ്ലോ ചെയ്യുന്ന ആ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ വേണം ലാമ്പ് ഗ്ലോ ചെയ്യാൻ? 1 ടെർമിനൽ ഓഫ് ദ ലാമ്പ്, അതായത് 2 ടെർമിനൽ ഉണ്ട്. ഇതൊരു ടെർമിനൽ, ഇതൊരു ടെർമിനൽ. ഈ 2 ടെർമിനലിലും ഒരു ടെർമിനല് നമ്മുടെ ബാറ്ററിയിലെ നമ്മുടെ സെല്ലിന്റെ ഒരു ടെർമിനലുമായിട്ടും അടുത്ത ടെർമിനല് ലൈറ്റിന്റെ അടുത്ത ടെർമിനല് സെല്ലിന്റെ ഒരു ടെർമിനലുമായിട്ടും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെയുണ്ട് അതിന്റെ ഡെഫിനിഷൻ. കണ്ടോ? ഇനി നമ്മൾ ആ ഡയറക്ഷൻ ആണ് ഇനി അടുത്ത് നോക്കേണ്ടത്. എന്താണ് അതിന്റെ ഡയറക്ഷൻ? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണം അല്ലെ. നമ്മുടെ ഈ കാണുന്ന സെല്ലിൽ നിന്നും ഇലക്ട്രിസിറ്റി ഇതുവഴി ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ഡയറക്ഷൻ? പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടോ? The direction of the electric current in an electrical circuit is taken to be from പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ഇലക്ട്രിക്കൽ സെല്ല്. അതും കൂടെ നിങ്ങൾ മറന്നു പോകരുത്, ആ പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നും അതിന്റെ ഡയറക്ഷനും പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻകാൻഡസൻ ലാമ്പാണ് അല്ലെ. അപ്പൊ ഇൻകാൻഡസൻ ലാമ്പ് ആകുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ, നമ്മുടെ LED പോലെ. LED ആകുമ്പോൾ ലെങ്ത് നോക്കി നമുക്ക് പറയാം അല്ലെ. ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് എന്താണ്? ലാമ്പ് ഗ്ലോ ചെയ്യും. പക്ഷെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വിച്ച് ഓഫ് ഇറ്റ്സ് ടെർമിനൽ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ, the lamp will glow as long as the circuit is complete and the current flows through the filament. കറക്റ്റ് ആയിട്ട് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ, അതായത് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട പിക്ചറിലെ പോലെ നെഗറ്റീവ് മാത്രം കണക്ട് ചെയ്താൽ വരില്ല, പിന്നെന്താണ് പോസിറ്റീവ് മാത്രം കണക്ട് ചെയ്താൽ വരില്ല. എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു ടെർമിനൽ നെഗറ്റീവിലോട്ടും ഒരു ടെർമിനൽ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്താൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആയാൽ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യും. ഇതാണ് ഈ ഫാസിനേറ്റിംഗ് ഫാക്ടിനകത്ത് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മളിത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താലും ഈ ബൾബ് ഗ്ലോ ചെയ്യില്ല. അതെന്താണ് കാരണം? കാരണം എന്താണ്? ഈ ബൾബിനകത്തൊരു ഫിലമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കാരണം ഇത് ഇൻകാൻഡസൻ ലാമ്പ് അല്ലേ. അപ്പൊ ആ ഫിലമെന്റ് അതായത് ബ്രോക്കൺ ആയാലോ അതിന് നമ്മൾ പറയുന്നത് ഫ്യൂസ്ഡ് ആകുക എന്നാണ് കേട്ടോ. അങ്ങനെ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പം 2 കാരണങ്ങളുണ്ട്. സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിലും അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ആയിരുന്നെങ്കിലും നമ്മൾ എന്താണ്? ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇത് നമ്മൾ ഇൻകാൻഡസൻ ലാമ്പിനെ കുറിച്ചാണ് ഇത്രയും നേരം പഠിച്ചത്. ഇനി നമ്മൾ LED എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഓക്കെ, അപ്പൊ നമുക്കിനി LED വെച്ചിട്ട് ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് 2 ഇലക്ട്രിക്കൽ സെൽസ് എടുക്കാം. 2 ഇലക്ട്രിക്കൽ സെൽ എടുക്കണേ. LED ഓഫ് എനി കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു LED എടുക്കാം. ഇനി സെൽ ഹോൾഡർ വേണം, അതായത് 2 സെൽസ് ഉള്ള സെൽ ഹോൾഡർ വേണം. ഓക്കെ, ഇനി 2 വയേഴ്സും വേണം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ആ വയേഴ്സിന്റെ 1 സെന്റിമീറ്റർ പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് വയർ കാണുന്ന രീതിയിലാക്കി എടുക്കുക. എന്നിട്ട് ആ ഹോൾഡറിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് 2. ഈ സൈഡിൽ നമുക്ക് സെല്ലിടാം, ഈ സൈഡിൽ നമുക്ക് സെല്ലിടാം. അപ്പൊ 2 സെല്ലായാൽ നമ്മൾ അതിനെന്താണ് പറയുന്നത്? ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ ബാറ്ററി എന്ന് പറയും അല്ലേ നമ്മൾ. ഓക്കെ, അപ്പൊ ഈ സെൽ ഹോൾഡറിന്റെ ഒരു സൈഡിലും 2 സൈഡിലും നമ്മൾ വയേഴ്സ് കണക്ട് ചെയ്തു. ഇനി insert 2 cells in the holder, taking care that for each cell its negative terminal is towards the spring side of the holder and the battery is ready to use. എങ്ങനെയാണ് നമ്മൾ സെൽ ഇടേണ്ടത്? ഇതിന്റെ സ്പ്രിംഗ് സൈഡുള്ള ഭാഗത്ത് ഏത് ടെർമിനൽ ആണ് വേണ്ടത്? നെഗറ്റീവ് ടെർമിനൽ ആണ് വേണ്ടത്. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ 2 സെൽസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി എന്താണ്? റെഡി ആയി കഴിഞ്ഞു. ഇനി സെല്ലുകൾ പരസ്പരം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിപ്പോ ഇങ്ങനെയാണെങ്കിലും അതിന്റെ ഒന്നിന്റെ നെഗറ്റീവ് ടെർമിനൽ മറ്റേതിന്റെ പോസിറ്റീവ് ടെർമിനലും ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇത് രണ്ടിന്റെയും പോസിറ്റീവ് ഒരു സ്ഥലത്ത് വരരുത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത്, ഹൗ വിൽ യു ഡിസൈഡ് വിച്ച് ഈസ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദിസ് ബാറ്ററി? അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇട്ടു, സെൽ ഹോൾഡറിൽ നിങ്ങൾ ആ സെല്ലൊക്കെ ഇട്ടു. ഇനി ഏതാണ് ഈ സെൽ ഹോൾഡറിന്റെ പോസിറ്റീവ് സൈഡ്, ഏതാണ് നെഗറ്റീവ് സൈഡ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ എളുപ്പമാണ്. എന്താണ്? നമ്മൾ ഇട്ട സെല്ലിന്റെ പോസിറ്റീവ് ഏത് ഭാഗത്താണോ അത് അതിന്റെ പോസിറ്റീവ് ടെർമിനലും, നെഗറ്റീവ് ഏത് ഭാഗത്താണോ അത് അതിന്റെ നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗം പോസിറ്റീവും ആയിരിക്കും, ഒരു ഭാഗം നെഗറ്റീവും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ LED എടുത്തു. നമ്മൾ LED എടുത്തിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ സിയിൽ കാണുന്നത് പോലെ, ഈ സി എന്ന പിക്ചറിൽ കാണുന്നത് പോലെയാണ് കണക്ട് ചെയ്യുന്നത്. നോക്കിക്കേ, പോസിറ്റീവിനെ നമ്മുടെ LED യുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നീളം കൂടിയ ഒരു ലെഗ്, അതിന്റെ നീളം കൂടിയ ഭാഗമാണ് പോസിറ്റീവ്. അത് കറക്റ്റ് ആയിട്ട് ആ പോസിറ്റീവിൽ കണക്ട് ചെയ്തു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ LED ചെറുതാണ്, നീളം കുറഞ്ഞ ഭാഗമാണ്, അവിടേക്ക് അതിന്റെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തു. ഇപ്പൊ ഗ്ലോ ചെയ്യുവോ? ഗ്ലോ ചെയ്യൂ അല്ലേ? അതെ, ഗ്ലോ ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? LED എന്ന് പറഞ്ഞാൽ 1 ഡയറക്ഷനിൽ മാത്രം ബൾബ് ഗ്ലോ ചെയ്യത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അതിന് കറണ്ട് pass through the LED in 1 direction only. അതായത് the current passes through the LED only when the positive terminal of the LED is connected to the positive terminal of the battery. The negative terminal of the LED is connected to the negative terminal of the battery. അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ LED ഗ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇൻകാൻഡസൻ ലാമ്പിൽ അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു അല്ലെ, എങ്ങനെയെങ്കിലും കണക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ LED-യിൽ 1 ഡയറക്ഷന് തന്നെയാണ് കറണ്ട് പോകുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി തിരിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. അതായത് ഈ പോസിറ്റീവ് നമ്മുടെ LED-യുടെ നെഗറ്റീവിലോട്ടും ഇവിടെയുള്ള നെഗറ്റീവ് LED-യുടെ പോസിറ്റീവിലോട്ടും ആണെങ്കിൽ LED ഗ്ലോ ചെയ്യുമോ? ഇല്ല. ക്ലിയർ? അപ്പൊ അതിന്റെ ആൻസർ എഴുതാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തെഴുതണം? it is because the current can pass through the LED in 1 direction only. പിന്നെ ഇതും കൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്ന് ഇത്രയും മതി കേട്ടോ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ നമ്മുടെ ഈ ഫാമിലിയിലോട്ട് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു.